ഹലോ, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. അറ്റ് ദ സെയിം ടൈം കുറച്ച് അൺഹാപ്പിയുമാണ്. ഹാപ്പിനെസ്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് വരെ ആ ആൾക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് അൺഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആയില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ രീതിക്ക് ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്ന് വിചാരിക്കുന്നു. എന്നാൽ മാത്രമാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് എൻ്റെ ലൈഫിൽ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു താങ്ക്സ് കാർഡ് പ്ലസ് ലോഗോ ആണ്. എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന 30-ാം തീയതി. അപ്പോൾ ഞാൻ അവൾക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു. അവൾ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവളുടെ ആ ജോബിനെ കുറച്ചുകൂടെ ഒന്ന് എലവേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അവൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു ലോഗോ ആക്കി മാറ്റി ആൻഡ് ഒരു താങ്ക്സ് കാർഡിൻ്റെ സ്റ്റിക്കറാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കുറച്ച് മോട്ടിവേഷണൽ കോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു കാർഡിൽ സ്റ്റിക്ക് ചെയ്യണം. അതൊക്കെ അവളെ വല്ലാതെ പ്രചോദനം കൊള്ളിക്കും. അവൾക്ക് നല്ല മോട്ടിവേഷൻ ആവുമെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ഓരോ വാക്കുകളും അവൾ ഉൾക്കൊള്ളാറുണ്ട്. അതിനനുസരിച്ച് അവൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവൾ സ്റ്റിച്ചിങ്ങിലേക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കടന്നത് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സത്യമാണെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ പറയണം കമൻറ്റിൽ. ഓക്കെ, അപ്പം അങ്ങനെ അത് മാത്രമായാൽ ശരിയാവില്ല എന്ന് കരുതി കുറച്ച് ഫാൻസി ഐറ്റംസ് കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു മൺചിരാത് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിംബോളിക് ആയിട്ട് ആഡ് ചെയ്തതാണ്. ജീവിതത്തിൽ പ്രകാശം പരത്തട്ടെ എന്നുള്ള രീതിയിൽ. കഴിഞ്ഞ ദിവസം അവൾ വീട്ടിൽ വന്നപ്പോൾ ഞാനിത് അവൾക്ക് കൊടുക്കുകയായിരുന്നു. അതൊരു പ്രത്യേകതരം മൊമെൻ്റ് ആയിരുന്നു. ഒരു പേഴ്സണലി ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിച്ചില്ല. ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ശരിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതിനി വീഡിയോ എടുത്ത് കൊളാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് റിയലി ഐ ലവ് യു. ഹാപ്പി ബർത്ത്ഡേ പപ്പി. May God bless you.